ഹലോ, എല്ലാവർക്കും ഡെയിലി വ്ളോഗിലേക്ക് സ്വാഗതം. ഇത് ഒരാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. ഫോണിൻ്റെ ഡിസ്പ്ലേ പോയത് കാരണം സമയത്ത് ഇടാൻ പറ്റിയില്ല. അപ്പോൾ മോള് മലയ്ക്ക് പോകാൻ മാല ഇട്ടത് എല്ലാവരും കണ്ടില്ലേ. അത് കഴിഞ്ഞ് 15-ാം തീയതി നമ്മൾ കൊല്ലായിൽ പോയി കേട്ടോ. പാലോട് കൊല്ലായിൽ, അവിടെയാണ് ഏട്ടൻ്റെ വല്യമ്മേരെ വീട്. 15-ാം തീയതി ചെന്നപ്പോൾ കണ്ട കാഴ്ച കേട്ടോ, മയിലിനെയൊക്കെ. അപ്പോൾ 16-ാം തീയതി രാവിലെയാണ് ഈ കഞ്ഞിവിത്ത് നടത്തിയത്. കഞ്ഞിവിത്തിന് പടുക്കയൊക്കെ ഒരുക്കി വിളക്കൊക്കെ കത്തിച്ചു. എല്ലാവരും രാവിലെ കഞ്ഞിവിത്തിന് ഒരുങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അരിയൊക്കെ ഉഴിഞ്ഞിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് കൊടുത്ത് പഠിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ തെറ്റൊക്കെ കാണും കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ മോളാണ് കേട്ടോ. എൻ്റെ മോളുടെ കണ്ണിൽ പുകയടിച്ചെന്നും പറഞ്ഞ് വാശി പിടിച്ചതാണ് അത്. ഇവർ 6 പേരാണ് കേട്ടോ പോകുന്നത്. എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ മോള്, ഏട്ടൻ്റെ വല്യമ്മേരെ മോൻ്റെ മോള്, വല്യമ്മയുടെ ഈ നിൽക്കുന്ന ചേട്ടൻ്റെ വൈഫിൻ്റെ അമ്മ, ചേട്ടൻ്റെ അമ്മ, ഇത്രയും പേരാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ അരിയൊക്കെ ഇട്ടു, കഞ്ഞിയും കറിയെല്ലാം റെഡിയായി. ഇത് നേരത്തെ സമയമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മോള് പൂവിടാൻ പറഞ്ഞപ്പോൾ പൂവിട്ടതാണ്. പിന്നെ എല്ലാവരും വന്നു, അവർക്ക് കഞ്ഞിയൊക്കെ കൊടുത്തു. ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ 2 പേരും കൂടി എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിരുന്ന് വിശ്രമിക്കുന്നതാണ് കേട്ടോ. ഒരാൾ ഫോൺ കാണുന്നു, ഒരാൾ കളർ അടിക്കുന്നു. ഇനി അടുത്ത് 17-ാം തീയതി രാവിലത്തെ വീഡിയോ കാണാം. ഇത് അവിടെ അടുത്തൊരു ക്ഷേത്രത്തിലാണ്. ക്ഷേത്രത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ എൻ്റെ മോള് മാളികപ്പുറമാണ് അവളുടെ ആദ്യത്തെ ഇരുമുടി കെട്ടാണ്. ഈ വീഡിയോസൊക്കെ എടുത്തത് വല്യേട്ടൻ്റെ ഐഫോണിലാണ് കേട്ടോ. അപ്പോൾ വല്യേട്ടൻ അയച്ചു തന്നു. എൻ്റെ മോള് സ്വാമിയെ ശരണയ്യപ്പോ എന്ന് അവിടെ നിന്ന് എല്ലാവരും വിളിക്കണുണ്ട് കേട്ടോ. അങ്ങനെ ഇരുമുടിയെല്ലാം കെട്ടി തീർന്നു. ഒരു 6 പേരെ ഇരുമുടി കെട്ടി കേട്ടോ. ഞാനും നെയ്ത്തേങ്ങ നിറച്ചു. അതൊന്നും വീഡിയോ കിട്ടിയില്ല, എടുത്തില്ല. പിന്നെ മാളികപ്പുറങ്ങൾക്ക് തലയിൽ ഇരുമുടി ആദ്യം വെച്ച് കൊടുത്തു. അതിനുശേഷം കൂടെയുള്ള എല്ലാവർക്കും ഇരുമുടി വെച്ച് കൊടുത്തു കേട്ടോ. കുറച്ച് വീഡിയോസൊക്കെ മിസ്സായിപ്പോയി. പിന്നെ എല്ലാവരും ഇടിമുടി നിറച്ച് അവരവിടെ നിന്ന് യാത്രയായി. അവരുടെ കാറൊക്കെ അലങ്കരിച്ചു കേട്ടോ. വലിയൊരു പൂമാലയിട്ട് ഫ്രണ്ടിൽ അയ്യപ്പൻ്റെ ഫോട്ടോയൊക്കെ വെച്ചു. പക്ഷെ കാറിൻ്റെ ഫോട്ടോ ഒന്നും എടുക്കാൻ അപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റിയില്ല.
പിന്നെ അവർ പോണ വഴിയിലുള്ള കാഴ്ചകളാട്ടോ. അതൊക്കെ അവർ വീഡിയോ എടുത്ത് അയച്ചു തന്നു. വല്യണ്ണം വീഡിയോ എടുത്ത് അയച്ചു തന്നു കേട്ടോ. അതൊക്കെയാണ് ഇത്. എന്ത് മനോഹരമായ സ്ഥലമാണെന്നറിയോ അവിടെയൊക്കെ. പിന്നെ അവിടെ ചെന്ന ശേഷം മാളികപ്പുറവും എണ്ണും എല്ലാവരും കൂടെയൊക്കെ നടന്നു പോകുന്നതായിട്ടും അവിടെ മഴയുണ്ടായിരുന്നു എന്ന്, നല്ല മഴയായിരുന്നു. അതിന് ശേഷം അവരവിടെ എത്തി. മാളികപ്പുറങ്ങൾക്ക് മഞ്ഞളൊക്കെ തേച്ച് കൊടുത്തു കേട്ടോ. ഇവർ നടയിലെത്തിയപ്പോൾ അവിടെ പടിപൂജ നടക്കുകയായിരുന്നു. അപ്പോൾ പടിപൂജ കഴിഞ്ഞിട്ടേ പടി കയറാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇവരവിടെ വെയിറ്റ് ചെയ്തു. എന്ത് ഭംഗിയല്ലേ അതൊക്കെ കാണാൻ. പോയി കാണാൻ എനിക്കൊരു ഭാഗ്യം വേണം. അങ്ങനെ പടിപൂജ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഒരു കുഞ്ഞ് ഫോട്ടോഷൂട്ട് നടത്തി. അതൊക്കെയായിട്ടോ ഇത്. ഇത് ഏട്ടൻ്റെ മോളായിട്ടോ. പിന്നെ അവരെല്ലാവരും കൂടി ഇവരെല്ലാവരും ആയിട്ടോ. പടിപൂജയൊക്കെ കഴിഞ്ഞു. അവർ കയറി തൊഴുത് ഒക്കെ എല്ലാമൊക്കെ കഴിഞ്ഞ് നല്ല ഹാപ്പി ആയിട്ട് തിരിച്ച് വീടെത്തി. ഒരുപാട് വീഡിയോസൊന്നും ഇല്ല, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.